ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ നടുവിൽ വെളിപ്പെടാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് സാധ്യമാക്കി തീർത്തത് 2 പേർ ചേർന്നിട്ടാണ്. ആദ്യത്തേത് അബ്രഹാം ആൻഡ് അന്നയാണ്. താങ്ക് യു അബ്രഹാം ആൻഡ് അന്ന. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവരുടെ 17ാമത്തെ വിവാഹ വാർഷികമാണ് ഇന്നുള്ളത്. ഹാപ്പി ആനിവേഴ്സറി എബ്രഹാം ആൻഡ് അന്ന. അപ്പോൾ തന്നെ ദൈവം നടത്തിയ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകവുമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. 2 പേരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബിസിനസ്സിൽ ദൈവിക അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ. ഭവനത്തിലെ എല്ലാവർക്കും ദൈവികമായ ആരോഗ്യവും ദൈവിക സംരക്ഷണവും അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അടുത്തത് ഒരു കീ സ്പോൺസർ കൂടെയുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് വിൻസെൻ്റ് ആണ്. താങ്ക് യു ബ്രദർ വിൻസെൻ്റ്. കർത്താവെ, ഇന്ന് വിൻസെൻ്റിൻ്റെ ജന്മദിനം കൂടിയാണ്. ഹാപ്പി ബർത്ത്ഡേ വിൻസെൻ്റ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനം ലഭിക്കുവാൻ, സാമ്പത്തികം ലഭിക്കുവാൻ, മകൻ്റെ വിവാഹം നടക്കുവാൻ, സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ. അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ ന്യൂ ഇയർ സർവീസ്, ന്യൂ ഇയർ ബ്ലെസ്സിങ് പ്രെയർ നടക്കാനായിട്ട് പോകുന്നത് കടവന്ത്രയിലുള്ള നമ്മുടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് വെച്ചിട്ടാണ്. എല്ലാ പ്രിയപ്പെട്ടവരും വൈകിട്ട് 7 മണിക്കാണ് തുടങ്ങുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇനി 2 ദിവസം കൂടിയുള്ളൂ. നിങ്ങൾ എവിടെയാണെങ്കിലും കൊച്ചിയിലേക്ക് പറന്നെത്തുക, വന്നെത്തുക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഞങ്ങളുടെ കൊച്ചുമകൻ ജെറോമിൻ്റെ സ്പെഷ്യൽ പ്രെയറും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ മീറ്റിങ്ങിന് മുന്നേയുള്ള എല്ലാ സൽക്കാരത്തിലേക്കും നിങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഒരു പുതിയ ആഴ്ച കൂടെ കർത്താവ് നമുക്ക് സമ്മാനമായി തന്നിരിക്കുകയാണ്. സോ this is the day that the Lord has made. We will rejoice and be glad in it. ഞാൻ ഒരു അല്പം ചേഞ്ച് ചെയ്ത് പറയാൻ പോകും. This is the week that the Lord has made and we are going to rejoice in this week, this morning glory week. ഏശയ്യാവിന്റെ പുസ്തകം 61 സോ എക്സൈറ്റിംഗ്. അതിനകത്ത് മശിഹയുടെ മേൽ, യേശുവിൻ്റെ മേൽ വരുന്ന അഭിഷേകം, ആ അഭിഷേകത്തിലൂടെ റിലീസ് ചെയ്യപ്പെടുന്ന നന്മ, അത് ലോകത്തിലുള്ള എല്ലാവർക്കും, യഹൂദന്മാർക്ക് മാത്രമല്ല സകലർക്കുമായി അയക്കപ്പെടുന്ന നന്മ, തലമുറകൾക്കുള്ള നന്മ, ഭൂഖണ്ഡങ്ങൾക്കുള്ള നന്മ, എക്കാലത്തേക്കുമുള്ള നന്മയും അഭിഷേകവുമാണ്. ഇന്ന് നമ്മൾ കാൽ ചവിട്ടാൻ പോകുന്നത് വേഴ്സ് നമ്പർ 4. They will rebuild the ancient ruins and restore the places long devastated. They will renew the ruined cities that have been devastated for generations. Appo they will rebuild the ancient ruins. പുരാതന ശൂന്യങ്ങളെ അവർ പണിയും. ആൻഡ് റെസ്റ്റോർ ദ പ്ലേസസ് ലോങ് ഡിവസ്റ്റേറ്റഡ്. എന്ന് വെച്ചാൽ ദീർഘനാളായി ശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളെ അവർ റെസ്റ്റോർ ചെയ്യും. ദേ വിൽ റിന്യൂ ദ റൂയിൻഡ് സിറ്റീസ്. തകർക്കപ്പെട്ട പട്ടണങ്ങളെ, നഗരങ്ങളെ അവർ പണിയും. ദാറ്റ് ഹാവ് ബീൻ ഡിവസ്റ്റേറ്റഡ് ഫോർ ജനറേഷൻസ്. എന്ന് പറഞ്ഞാൽ തലമുറകളായി തകർക്കപ്പെട്ട് കിടക്കുന്ന പുരാതന ശേഷിപ്പുകളെ അവർ കെട്ടി ഉയർത്തും. ഇതാണ് അടുത്ത. പക്ഷേ നമ്മൾ ഇതെല്ലാം ആർക്കുള്ള വിടുതലാണെന്ന് പറയാമോ? അതിൻ്റെ 1-ാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട്. 1-ാമത്തെ വചനത്തിൽ the spirit of the Lord, the sovereign Lord is on me because the Lord has anointed me to proclaim good news to the poor. ദരിദ്രരോടുള്ള സുവിശേഷമാണ്. വാവ്! അതിൻ്റെ അർത്ഥം, ഈ ദരിദ്ര സുവിശേഷം കേൾക്കുമ്പോൾ യേശു കർത്താവിൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ഈ ദരിദ്ര സുവിശേഷം കേട്ട്
പിന്നെ ദരിദ്രർ കൂടാതെ കുറച്ച് കാറ്റഗറി കൂടെ അതിൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ട്. കുരുട്ട് കണ്ണുകൾ, ബദ്ധന്മാർ, തടവുകാർ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും വിടുവിക്കപ്പെട്ടിട്ട് ദോസ് ബഞ്ച് ഓഫ് ഗൈസ്, ദോസ് ബഞ്ച് ഓഫ് പീപ്പിൾ, ദരിദ്രർ, കുരുടർ, പിന്നെ വിഷണ്ണ മനസ്സുള്ളവർ, തടവുകാർ തുടങ്ങി അതുപോലെ ഡൗൺ ട്രോഡനായി കിടക്കുന്ന ആളുകൾക്ക് വരുന്ന മാറ്റമാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ളവർ ഇവിടെ പറയുന്നതനുസരിച്ച് the poor become through the Messiah, the anointing of the Messiah, creative restorers of the bad, sad situations that man has had to live with for so long. തലമുറകളായി ഇപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് നിരവധി തലമുറകളായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന നഗരങ്ങൾ, സ്ഥലങ്ങൾ, ഇതൊക്കെ ഇവർ വന്നിട്ട് ഈ കർത്താവിൻ്റെ മേലുള്ള അഭിഷേകം സ്വീകരിച്ച് വിടുവിക്കപ്പെടുന്ന ആളുകൾ വന്ന് അവരതിനെല്ലാം റീബിൽഡ് ചെയ്യുകയാണ്. റീബിൽഡ് എന്ന് പറയുമ്പോൾ ബിൽഡ് നമുക്കറിയാം, പണിയുക, നിർമ്മിക്കുക, കൺസ്ട്രക്ട് ചെയ്യുക, അല്ലേ? ബിൽഡ് അറിയാം. RE എന്ന് പറയുന്ന അതിന് മുമ്പ് വെച്ചാൽ എന്തർത്ഥം? റീബിൽഡ്, നിർമ്മിക്കുക, പണിയുക എന്നൊക്കെ പറയുന്നതിന് പകരം പുനർനിർമ്മിക്കുക, വീണ്ടും പണിയുക. ഒരിക്കലുണ്ടായിരുന്നത് തകർന്നു പോയത് വീണ്ടും പണിയുക. അതാണ് പുനർനിർമ്മാണം അല്ലെങ്കിൽ റീബിൽഡിംഗ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ തകർക്കപ്പെട്ട പുരാതന ശൂന്യങ്ങൾ, തകർന്നടിഞ്ഞു കിടക്കുന്നത്, ഇതിനൊക്കെ പുതുക്കി പണിയുവാനുള്ളൊരു അഭിഷേകമാണ് നമ്മുടെ കർത്താവിൻ്റെ മേലുള്ള അഭിഷേകം. ആ അഭിഷേകമാണ് നമ്മുടെ മേലേക്കും പകരപ്പെടുന്നത്. 1 യോഹന്നാൻ 2:20, 1 യോഹന്നാൻ 2:27 നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം എന്നതിനെക്കുറിച്ച് യോഹന്നാൻ അവിടെ പറയുന്നുണ്ട്. സോ ക്രിസ്തു അഭിഷിക്തനാണ്, അവൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വന്നിരിക്കുന്നു. ഈ അഭിഷേകത്തിൽ മോർണിംഗ് ഗ്ലോറിക്കാരെ കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയിലോ അതിനു മുമ്പുള്ള തലമുറകളിലോ ഒക്കെ തകർക്കപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തകർന്നു പോയ പലതും റെസ്റ്റോർ ചെയ്യുന്ന ഒരു അഭിഷേകം ക്രിസ്തുവിൻ്റെ മേലുണ്ട്. ഇതിൽ പല തരത്തിലുള്ള തകർച്ചകൾ വരാം. ആ തകർച്ചകൾക്കെല്ലാമുള്ള വിടുതലാണ് ഈ അഭിഷേകത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഇതെന്തെല്ലാം പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷേ ചില വചനങ്ങൾ കൂടെ ഇതിനോട് ചേർത്ത് വായിക്കാം. യേശയ്യാവ് തന്നെ പ്രവചിച്ചു പറഞ്ഞ ചില വചനങ്ങൾ. ഒന്ന് ഐസയ 54:3. യേശയ്യാവിൻ്റെ പുസ്തകം 54:3 നോക്കി. For you will spread out to the right and to the left. Your descendants will dispossess nations and settle in their desolate cities. അപ്പോൾ 54-ാം അധ്യായത്തിലാണ് കൂടാരത്തിൻ്റെ കയറുകളൊക്കെ അഴിച്ചു, കാരണം ഭയങ്കരമൊരു വിശാലത വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രവചിച്ചു തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം പറയുകയാണ്, ഇടത്തേക്കും വലത്തേക്കും നീ പരക്കാൻ പോവുക, അതുപോലെ ഒരു വലിയ വിശാലത വരാൻ പോകുന്നു. Your descendants will dispossess nations. നിന്റെ സന്തതികൾ പല രാജ്യങ്ങളെയും കൈയടക്കാൻ പോവുകയാണ്. And settle in their desolate cities. അവരുടെ പുരാതന തകർന്നു കിടക്കുന്ന പട്ടണങ്ങളിൽ അവർ കൈവശമാക്കി അവർ വസിക്കാൻ തുടങ്ങും. ദിസ് ഇസ് ദ പിക്ചർ. ഇവര് ആ സമയത്ത് ബാബിലോണിന്റെ അടിമത്തത്തിലാണ്. അപ്പോൾ ഇവർ പണ്ടുകാലത്ത് വളരെ നല്ല നഗരമൊക്കെ പണിത് കോട്ടമതിലൊക്കെ ഉണ്ടാക്കി നല്ല ദേവാലയവുമായിട്ട് വളരെ ഇന്നത്തെ സിംഗപ്പൂർ പോലെ, സ്വിറ്റ്സർലൻഡ് പോലെ, ന്യൂയോർക്ക് പോലെ, ദുബായ് പോലെ എന്നൊക്കെ പറയാവുന്നത് പോലെ വളരെ ഗ്ലോറിയസ് ആയ ഒരു സിറ്റി ജെറുസലേം അങ്ങനെയായിരുന്നു. എന്നാൽ അത് ആക്രമിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ഇവരെ പിടിച്ചുകൊണ്ടുപോയി ദേവാലയം നശിപ്പിച്ചു, കോട്ടമതിലും നശിപ്പിച്ചു, അല്ലെ, ജെറുസലേം വാൾ നശിച്ചു, വീടുകളെല്ലാം ഇടിച്ച് പൊളിച്ച് തകർത്തു, ആ പട്ടണത്തെ മുഴുവൻ ഇടിച്ച് നിരപ്പാക്കി. ഒത്തിരി നാശനഷ്ടങ്ങൾ വന്നു. 10-70 വർഷം പിന്നെ പുറത്താണ്.
കുറച്ചുപേർ അവിടെയൊക്കെ ചിലപ്പോൾ ഒളിവിലൊക്കെ താമസിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടവരെല്ലാം പിടിച്ചുകൊണ്ടുപോയി. ഇവരിനി ഒരു തിരിച്ചുവരവാണ്. ആ തിരിച്ചുവരവിൽ ശ്രദ്ധിച്ചു കേൾക്കണം. ആ തിരിച്ചുവരവിൽ your people will rebuild the ancient ruins. അവര് ഈ തകർന്നു കിടക്കുന്നതിൽ നിന്ന് അതിനെ അവർ പുനരുദ്ധരിക്കും, അതിനെ തിരിച്ചു പണിയാൻ പോവുക. And will rise up the age-old foundations. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ അടുത്തൊരു വചനം കൂടി പറയാൻ വിട്ടുപോയി. Isaiah 58 verse number 12. 58ന്റെ 12 കൂടി നോക്കി. ഇപ്പം നമ്മൾ 61 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ഏതാനും അധ്യായങ്ങൾക്ക് 58ലേക്ക് 3 അധ്യായങ്ങൾക്ക് മുമ്പിലേക്ക് പോവാം. 12ാമത്തെ വചനം, your people will rebuild the ancient ruins and will raise up the age-old foundations. നിന്റെ ജനം പുരാതന ശൂന്യങ്ങളെ പണിതുയർത്തും. എന്ന് പറയുന്നതിനേക്കാൾ പുനർനിർമ്മിക്കും. And will raise up the age-old foundations. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള എന്താ പറയുന്നത്, ഈ അടിസ്ഥാനങ്ങളെ അവർ കെട്ടിപ്പൊക്കും. You will be called a repairer of broken walls. I love that. Repairer of broken walls. നിന്റെ പേര്, ഇതിനു മുമ്പ് പറഞ്ഞത് നിന്റെ പേര് ഞാൻ മാറ്റും. ആ പേരെന്തായിരിക്കും? നീതിയുടെ ഓക്കുമരങ്ങൾ. ദൈവനീതിയിൽ തഴച്ച് വളർന്ന് കരുത്തോടെ നിൽക്കുന്ന, കാറ്റുകൾക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത, കടപുഴകി കൊണ്ടുപോകാൻ കഴിയാത്ത വലിയ വെള്ളപ്പാച്ചിലോ കാറ്റോ അല്ലെങ്കിൽ കൊടുങ്കാറ്റോ എന്തു വന്നാലും കടപുഴകി പോകാത്ത, അപ്രൂട്ട് ചെയ്യപ്പെടാൻ കഴിയാത്ത ഓക്കുമരങ്ങളായി അറിയപ്പെടും. അടുത്തൊരു ടൈറ്റിലാണ്, യു ബി കോൾഡ് വാട്ട്? റിപ്പയറർ ഓഫ് ബ്രോക്കൺ വാൾസ്. തകർന്ന മതിലുകളെ പണിയുന്നവൻ എന്ന് നിനക്ക് പേരാകും. ഇതൊരു അനോയിന്റിംഗ് ആണ്, ഇതൊരു അഭിഷേകമാണ്. റെസ്റ്റോറർ ഓഫ് സ്ട്രീറ്റ്സ് അടുത്തൊരു പേരാണ്. റെസ്റ്റോറർ ഓഫ് സ്ട്രീറ്റ്സ് വിത്ത് ഡ്വെല്ലിങ്സ് എന്ന് വെച്ചാൽ താമസമുള്ള തെരുവുകളെ വീണ്ടും പണിയുന്ന, റോഡ് നിർമ്മിക്കുന്നവൻ എന്ന് നിനക്ക് പേരാകും. ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് പല പല പേരുകൾ, നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് പേര് വരും. അതുപോലെ മതിലുകളെ, തകർന്ന മതിലുകളെ കെട്ടിപ്പൊക്കുന്നവൻ എന്ന് നിനക്ക് പേര് വരും. അതുകൂടാതെ തകർന്നടിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ തകർന്ന് പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ നന്നാക്കുന്നവൻ എന്നും നിനക്ക് പേരാവും. ഇതെല്ലാം കാണിക്കുന്നത് ഒരിക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക്, ഒരിക്കലുണ്ടായിരുന്ന ഹോൾനെസ്സിലേക്ക്, ഒരിക്കലുണ്ടായിരുന്ന ഷേപ്പിലേക്ക്, ഒരിക്കലുണ്ടായിരുന്ന ഗ്ലോറിയിലേക്ക് സകലത്തെയും തിരിച്ചു വരുത്തുന്ന ഒരഭിഷേകം. ഞാനിത് പറയുമ്പോൾ ചില വീടുകളിൽ ശ്രദ്ധിച്ചു കേൾക്കണം, ചില വീടുകളിൽ ചില യുവാക്കന്മാരെ അല്ലെങ്കിൽ മക്കളെ, അടുത്ത തലമുറയെ ദൈവം ഭയങ്കരമായി അഭിഷേകം ചെയ്ത് ഇതുപോലെ കേടുപോക്കുന്നവനും വീണ്ടും കെട്ടിപ്പൊക്കുന്നവനും അറ്റകുറ്റ പണികൾ നടത്തി പഴയ ഷേപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ മൂല്യച്യുതി ഉണ്ടായി, വാല്യൂ സിസ്റ്റം ഇടിഞ്ഞുപോയി, അതിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്ന ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ബ്ലെസ്സിങ് സെന്ററുകളെ, ബ്ലെസ്സിങ് ടുഡേ സഭകളെയൊക്കെ നോക്കി പ്രവചിക്കുകയാണ്. ഇത് കൂടാതെ നിങ്ങളുടെ വീടുകളെ, ഭവനങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. ഒരിക്കലുണ്ടായിരുന്ന സാമ്പത്തികം ഇടിഞ്ഞുപോയി, അതൊന്ന് തിരിച്ചു കൊണ്ടുവരണം. ആര് കൊണ്ടുവരും? കടത്തിന്മേൽ കടം. കുറേ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ചിലർ പറയും, എൻ്റെ ഫാദറും മദറൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇത്ര ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു, ഇത്ര പറ ഇത് കൃഷി ഇറക്കുന്ന നിലം ഉണ്ടായിരുന്നു, നമുക്ക് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടു, ഇങ്ങനെയായിപ്പോയി. എന്നാൽ അതിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വരാൻ ഇനി സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം സാധിക്കും. ഈ വചനത്തെ ഇങ്ങനെ കയറി അങ്ങ് ഗ്രാബ് ചെയ്യുക, പേടിക്കുക, വിടരുത്. ഇതിലെ വാക്തത്വങ്ങളെ കയറി പിടിക്കണം. പലതും ദൈവം തിരിച്ചു തരാൻ പോവുക. ക്രിസ്തുവിൻ്റെ മേലുള്ള അഭിഷേകത്തിൽ തീർച്ചയായിട്ടും ആത്മീയമായൊരു നവോത്ഥാനം,
ആത്മീയമായൊരു റിനൈസൻസ്, ആത്മീയമായൊരു റിന്യൂവൽ, ഒരു റിവൈവൽ, ഒരു അവേക്കനിങ്, ഇതെല്ലാം അതിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. അതാണ് തുടക്കം. മുൻപേ അവൻ്റെ നീതിയും രാജ്യവും. പക്ഷെ അതോടുകൂടി എല്ലാം കിട്ടും. അപ്പം ഞാനിങ്ങനെ പറയുവാണ്, എന്നെ നിങ്ങൾ കല്ലെറിയരുത്. ഒരു കാലത്തുണ്ടായിരുന്ന സാമ്പത്തികം, ഒരു കാലത്തുണ്ടായിരുന്ന ആസ്തി, ഒരു കാലത്തുണ്ടായിരുന്ന റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കൾ, ഇതൊക്കെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ടെങ്കിൽ വേണമെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അതിലേക്കൊക്കെ തിരിച്ചു വരാൻ, അതിൽ ഇരട്ടിയായി തരാനൊക്കെ കർത്താവിന് കഴിയും. 24-ാം സങ്കീർത്തനം 1-ാം വചനം പറയുന്നത് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവായ യഹോവയ്ക്കുള്ളത്. The earth is the Lord's and the fullness thereof. എൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഏറ്റവും വലിയ ഭൂസ്വത്തിൻ്റെ ഉടമ, ഭൂമിയുള്ള ലാൻഡ് ഓണർ, ലാൻഡ് ലോർഡ്, ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് കൈകാര്യം ചെയ്യുന്ന കർത്താവാണ്. അതല്ലാതെ ഇവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളോ മാഫിയകളോ റിയൽ എസ്റ്റേറ്റ് കമ്പനികളോ ഒന്നുമല്ല. ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണെന്ന് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. അപ്പം അങ്ങനെയെങ്കിൽ ആ രീതിയിൽ ദൈവത്തിൽ നിന്നാണല്ലോ ഇതെല്ലാം കിട്ടേണ്ടത്. ഈ ദൈവം ആരാ? നമ്മുടെ പിതാവ്. കർത്താവ് നമ്മുടെ ഡാഡിയാണെന്നുള്ളത് മറക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പിതാവിൻ്റെ ഭൂസ്വത്ത്, യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് വന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ എന്നെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, എന്നെ ആരാധിച്ച് ഞാൻ വേണമെങ്കിൽ ഇത് തരാം. അത് കള്ളൻ്റെ സംസാരമാണ്, കള്ളൻ്റെ ഡയലോഗാണത്. അതൊന്നും നമ്മൾ വിശ്വസിക്കരുത്. പിശാച് പറഞ്ഞ പിശാചിൻ്റെതാണ്. പക്ഷേ ഇത് നമ്മുടെ കർത്താവിൻ്റെതാണ്, നമ്മുടെ പിതാവിൻ്റെതാണ്. അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ അതും തിരിച്ചു തരാൻ, നഷ്ടപ്പെട്ടു പോയ നിലങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോയ എസ്റ്റേറ്റുകൾ, നഷ്ടപ്പെട്ടു പോയ വീടുകൾ, ഇതൊക്കെ തിരിച്ചു തരാൻ കർത്താവിന് കഴിയും. സ്വത്തുക്കൾ തിരിച്ചു തരാൻ കർത്താവിന് കഴിയും. ഓക്കെ, എബ്രായ ലേഖനം 3:4 അതിൽ പറയുന്നത്, ഗോഡ് ഈസ് ദ ബിൽഡർ ഓഫ് എവ്രിതിങ്. എല്ലാം പണിയുന്നവൻ ദൈവമാണ്. ഹീ ഈസ് ദ ഫസ്റ്റ് ബിൽഡർ. ഇവിടെ വലിയ വലിയ ബിൽഡേഴ്സൊക്കെ ഉണ്ടെന്ന് അല്ലേ? കൺസ്ട്രക്ഷൻ കമ്പനികൾ, പ്രൈവറ്റ് ലിമിറ്റഡും അല്ലാതെയുമായി ഒത്തിരി കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട്. അവരാണല്ലോ വലിയ വലിയ നിർമ്മാതാക്കൾ. പക്ഷേ തുടക്കത്തിൽ ഇവരാരുമില്ലാതിരുന്ന കാലത്ത് എല്ലാത്തിനും അടിസ്ഥാനമിട്ട്, ഭൂമിക്ക് വരെ ഫൗണ്ടേഷൻ ഇട്ട് ഇതെല്ലാം ഉണ്ടാക്കിയവനാണ് കർത്താവ് എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ദൈവമാണ് ഇതെല്ലാത്തിനും അടിസ്ഥാനമിട്ടത്. സോ ഹീസ് ദ റിയൽ ബിൽഡർ. എന്നാൽ ഇവിടെ പറയുന്നത് ബിൽഡിങ്ങിനെ കുറിച്ചല്ല, റീബിൽഡിങ്ങിനെ കുറിച്ചാണ്. ഒരിക്കലുണ്ടായതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. 127-ാം സങ്കീർത്തനം 1-ാം വചനം പറയുന്നത്, അൺലെസ് ദ ലോർഡ് ബിൽഡ്സ് ദ ഹൗസ് ദ ബിൽഡേഴ്സ് ലേബർ ഇൻ വെയിൻ. കർത്താവ് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ, വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. കർത്താവ് പട്ടണം കാക്കുന്നില്ലെങ്കിൽ അത് കാവൽ നിൽക്കുന്ന വാച്ച്മാൻ അവർ ചുമ്മാ നിൽക്കുക. പോകാനുള്ളത് പോകും, മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ളത് മോഷ്ടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, കർത്താവ് ഒരു ബിൽഡറാണ്, റീബിൽഡറുമാണ്. ഇപ്പം കർത്താവിൻ്റെ യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്തിൽ ബിൽഡ് ചെയ്യാനുള്ള അഭിഷേകമുണ്ട്, റീബിൽഡ് ചെയ്യാനുള്ള അഭിഷേകമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ തകർന്നിടിഞ്ഞ് വീണു പോയത്, അതിനെ ബിൽഡ് ചെയ്യാൻ, ഒരു കാലത്ത് ആൻസിസ്റ്റേഴ്സിൻ്റെ കാലത്തേക്കുണ്ടായിരുന്ന സമ്പത്ത് അതിൽ ഇരട്ടിയായതിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഒക്കെ കർത്താവിൻ്റെ മേലുള്ള അഭിഷേകത്തിന് സാധിക്കുമെന്നാണ് എൻ്റെ വ്യാഖ്യാനം. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കാൻ മൂടില്ലാത്തവർ വിശ്വസിക്കണമെന്നില്ല. നമ്മൾ ഒരുമിച്ചങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് ആരും ലീവ് ചെയ്യരുത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ബ്ലെസ്സിങ് ടുഡേയുമായി പാർട്ണർ ചെയ്യാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുകയും ആ കാര്യാദികളെല്ലാം നല്ല രീതിയിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ വലിയ നിലയിൽ പലരെയും ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നാം ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ആർ യു റെഡി? കൈനീട്ടാം മുന്നോട്ട്. കർത്താവെ, ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പോലെ ഇന്നും പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേക രീതിയിലുള്ള ഇൻഫെക്ഷൻ, ലങ്സിനുള്ള ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി സിസ്റ്റത്തിനൊക്കെയുള്ള ഇൻഫെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട്. പ്രത്യേകിച്ച് പല ആൻറ്റിബയോട്ടിക് കോഴ്സുകൾ കഴിച്ചിട്ടും വിട്ടുമാറാതെ നിൽക്കുന്ന
ചുമയോ ഇൻഫെക്ഷനോ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ അനാവശ്യമായ ചില ബ്ലീഡിങ്, ചില സഹോദരിമാരെ കുറിച്ചാണ് പറയുന്നത്. അൺനെസസറി ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പ് ആകട്ടെ. ഹിപ്പ് ജോയിൻറ്റിന് അരക്കെട്ടിൻ്റെ ഭാഗത്ത് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയ. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിൽ കൈയൊന്ന് നീട്ടി ആ രോഗസുഖത്തെ ഇപ്പോൾ സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ അതുണ്ടാകട്ടെ. ആരുടെയോ പുകവലി ശീലത്തിൽ നിന്നും അതുപോലെ ചില ഡ്രഗ് അബ്യൂസ് പോലെ, സബ്സ്റ്റൻസ് അബ്യൂസ് പോലെയുള്ള ചിലതിൽ നിന്നും ചിലരിപ്പോൾ സ്വതന്ത്രമാകുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ്, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് എപ്പിസോഡ്. പ്രാർത്ഥന വിഷയങ്ങളുള്ളവർക്ക് പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കാം. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലെസ്സിംഗ് ബുക്സ് കരസ്ഥമാക്കാം. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.